മാർക്കറ്റ് പൊട്ടിച്ചു കൊടുക്കണേ ചെറിയൊരു മാറ്റം മനസ്സിലായല്ലോ. മുക്താറാണ് അങ്ങനെ വീണ്ടും നമ്മൾ അസൻഖാൻ എടുത്ത് പോകുന്നുണ്ട്. അസൻഖാൻ കൊടുക്കൂലെ ഓഫറുകള് ഒടുക്കത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ ഇതാണ് മോനെ. ഡാഡ്സന്റെ ഗോ വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ ചോദിച്ചത് എനിക്ക് തരുമെന്നാണ്. അപ്പൊ എന്നോട് എന്താണ് മൂപ്പര് പറഞ്ഞത്, അനക്ക് ഞാൻ തരൂല, കസ്റ്റമർക്ക് കൊടുക്കാനുള്ള ഓഫറാണെന്നാ പറഞ്ഞത്. 2014 മോഡല് ഡാഡ്സൺ ഗോ ഒരു 1.60-1.70 മാർക്കറ്റ് വില ഉണ്ടാവും. പക്ഷെ ഇങ്ങൾക്ക് തരാൻ പോകുന്ന പ്രൈസ് എത്ര? 1,20,000. 1.20. എനിക്ക് തരാത്ത പ്രൈസ് ആട്ടോ, നിങ്ങൾക്ക് മാത്രമുള്ള പ്രൈസാന്നാ പറഞ്ഞത്. ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ആൾട്ടോ 800 2017 മോഡൽ എത്ര കൊടുക്കും? 1.95 കൊടുക്കാം. 1,95,000. 5 മാക്സിമം നമ്മൾ കുറപ്പിക്കട്ടോ അല്ലെ? കുറപ്പിക്കൂലേ? എന്നാലും നമ്മളൊരു കുറപ്പിക്കൂല. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ 2008-28 വരെ പേപ്പറുള്ള ഒറിജിനൽ കേരള ഇനോവ 3,60,000. ഇനി അതേപോലെ തന്നെ പുതിയ പേപ്പർ എടുത്ത് ആൾട്ടോ വരുന്നുണ്ട്. 2010 മോഡലാണ്. 1.10 മൂപ്പർ ചോദിക്കുന്നത്. 1.10 ചോദിച്ചു. 1.10 ലാസ്റ്റ് മൂപ്പർ പറയണ. അതും ലാസ്റ്റ് തന്നെ പറയണത്. ഇയോൺ ഇവിടെ ഒരു ഓഫർ കണ്ടിക്കണല്ലോ. ഇല്ലല്ലോ ഓഫർ ഓഫറാണ്. അല്ല ഞാൻ പറയാം, നമുക്ക് സ്പെഷ്യൽ ഒരു ഓഫർ ഉണ്ടാവല്ലോ. ഇനി അതേപോലെ തന്നെ 2020 സ്വിഫ്റ്റ് വരുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് എത്ര പറഞ്ഞു? 5,80,000 2020 സ്വിഫ്റ്റ്. ഞാൻ അതേപോലെ തന്നെ റിഡ്സ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ 2010 റിഡ്സ് വരുന്നുണ്ട്. ഡീസൽ വണ്ടി. ഇത് എത്ര പറഞ്ഞത്? 1.60. എങ്ങനെ പോയാലും അസർഖാൻ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ തന്നെയാണ്, മാക്സിമം ഓഫർ. പക്ഷെ ഇയാൾ എനിക്ക് വണ്ടി മാത്രം തരൂലാണ്. ഒരു വണ്ടിയല്ലേ ഞാൻ ബൈക്കല്ലേ, ബൈക്കായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ ഞാൻ ആ ഡാഡ്സൺ ഗോ എടുക്കാൻ പറയുമ്പോൾ എടാ എനിക്ക് തന്നെ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ കഴിയില്ല, ആൾക്കാർക്കുള്ള ഓഫർ എന്ന് പറഞ്ഞിട്ട് അങ്ങ് സ്പെഷ്യൽ തരാന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. അതായത് നമ്മളെ കോഴിക്കോട് തൃശ്ശൂർ റോഡിൽ കാക്കഞ്ചേരി നമ്മളെ പള്ളിക്കൽ ബസാർ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ അല്ലാമീൻ യൂസ്ഡ് കാറിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം മാക്സിമം ബഡ്ജറ്റ് കാറുകളാണുള്ളത്. വലിയ ഹെവി സാധനങ്ങളൊന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വന്നു കഴിഞ്ഞാലും വണ്ടി പൂർണ്ണമായും ചെക്ക് ചെയ്യാനും വണ്ടി ചെക്ക് പുറത്ത് കൊണ്ടുപോയി എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ തുടങ്ങല്ല നമുക്ക് പൂരം. അതിന് പിന്നെ ഒരു കാര്യങ്ങളും പറയാണ്ടല്ലോ, വണ്ടി എവിടെ എടുക്കുകയാണെങ്കിലും പൂർണ്ണമായും ചെക്ക് ചെയ്യുക, സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക. കാരണം എനിക്ക് ഇത്ര വണ്ടി ചെക്ക് ചെയ്തെടുക്കാൻ മുന്നിലേക്ക് കാണിക്കാൻ കഴിയില്ല. നമ്മൾ കാര്യങ്ങൾ നിങ്ങൾ മുന്നിലേക്ക് കാണിക്കുന്നത്, ബാക്കി എടുക്കലൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് തുടങ്ങാം, നേരെ പൂരത്തിലേക്ക് പോവാം. അസൻക നമ്മൾ ഡാഡ്സൺ ഗോ, അതായത് നമ്മളൊരു ഓഫർ പ്രൈസ് പറഞ്ഞിരുന്നു. ഓക്കെ, ഏതാ മോഡൽ വരുന്നത്? 2014 മോഡൽ. 2014 മോഡൽ 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് 3. മൂന്നാമത്തെ ഓണർഷിപ്പ്. പ്രൈസ് നമുക്ക് 1.20 എല്ലാം മാർക്കറ്റ് പൊട്ടിക്കോ? ഇതെന്താ മാർക്കറ്റ് പൊട്ടിച്ചു കൊടുക്കണേ? 1.20 2014 ഡാഡ്സൺ ഗോ എവിടെ കിട്ടോ? ഒരിക്കലും കിട്ടൂല. 2014 വരുന്നത്. ആവശ്യക്കാർക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ഇയോൺ ഏതാ മോഡൽ വരുന്നത്? അത് 2012 ആണ്. 2012. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 80,000 കിലോമീറ്റർ. ഏതാ ഓപ്ഷൻ വരുന്നത്? പ്ലസ് ആണ്. അലവിലും കാര്യമൊക്കെ ചെയ്താ സീറ്റുകൾ പുതിയ ചെയ്ത്. അതിന് കൂടുതൽ പൈസ വേണ്ടി വരും അല്ലേ? ഒക്കെ കുറച്ചിട്ട് 2012 1.5 ലക്ഷം. 2012 മോഡല് 1.5 ലക്ഷം രൂപയ്ക്ക്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മളൊരു വിലവാദത്തിൽ പറഞ്ഞ ആൾട്ടോ ഉണ്ട്. 2017 ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 51,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ്. ബോണറ്റ് ഒന്നും ഇല്ലല്ലോ? ഫ്രണ്ട് ഗ്ലാസും ബോണറ്റ് റീപ്ലേസ്. ഫ്രണ്ട് ഗ്ലാസും ബോണറ്റും മാത്രം. ഓക്കെ. ലാസ്റ്റ് 1.90 ലാസ്റ്റ് കൊടുക്കാം. 1.90. 2017 വണ്ടിയാണ്. ആള് വന്ന ചെറിയൊരു മാറ്റം, മാക്സിമം കുറയുന്നത് മനസ്സിലായല്ലോ. 1.90 ആണ് ചോദിക്കുന്നത്. ചിലപ്പോ 1.85 ആക്കി കൊടുക്കും. 2017 ആൾട്ടോ 2.35 ലോണിന്റെ ആവശ്യക്കാർക്ക് ലോൺ ക്യാഷ് ബാക്ക് കൊടുക്കരുത് കേട്ടോ. കൂടുതൽ കൊടുത്തിട്ട് ആൾക്കാരെ മോഹിപ്പിക്കരുത്. ഓക്കെ. ഈ ഒരു ആൾട്ടോ 2019 സിംഗിൾ ഓണർ. 2019 സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ വന്നിട്ടുണ്ട്? ഇത് 68,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ലാസ്റ്റ് നമുക്ക് 2.75 കൊടുക്കും. 2,75,000. 2019 സിംഗിൾ ഓണർ. ഫുൾ ഏകദേശം 2.70 ലോൺ ചെയ്തു. ഓക്കെ. ഈ ആൾട്ടോ അത് 2017 ആണ്. 2017 ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. 60 ചില്ലറ കിലോമീറ്റർ ഓടി. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് എത്ര? ലാസ്റ്റ് നമുക്ക് 2.30 കൊടുക്കാം. 2,30,000 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ കിഡിന്റെ ഒരു ചാകരൊക്കെ, ആ ചാകര നല്ലല്ലേ? കിഡ് 4 പീസേ ഉള്ളൂ. 4 പീസേ ഉള്ളൂ അല്ലേ? ആൾട്ടോ 800 തന്നെയല്ലേ കൂടുതലുള്ളത്? ഓക്കെ. ഈ കിഡ് ഏതാ മോഡൽ? 2017 ഓട്ടോമാറ്റിക് ആണ്. 2017 ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 87,000 കിലോമീറ്റർ. റീപ്ലേസ് കാര്യങ്ങളൊന്നും. ലാസ്റ്റ് എത്ര?
ഇത് നമുക്ക് 2.75 കൊടുക്കാം. 2,75,000. 2017 ഓട്ടോമാറ്റിക് 2.75. ഓക്കെ, ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഈ എക്സ്പ്രസ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2022 മോഡലാണ്. 2022 മോഡൽ എക്സ്പ്രസോ VXI പ്ലസ്. VXI പ്ലസ്. ഓണർഷിപ്പ് സിംഗിൾ 30,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 4.30. 2022 VXI പ്ലസ്. ഓക്കെ, മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കും. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് സ്വിഫ്റ്റ് ഏതാ മോഡൽ? അത് 14 മോഡൽ 15 രജിസ്ട്രേഷൻ. ഡീസലോ പെട്രോളോ? ഡീസൽ. ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ. കിലോമീറ്ററോ? 1.15 ഓടി. 1.15. റീപ്ലേസ് എന്താണോ? പ്രൈസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 3.80. 3,80,000. അസൻക, ഈ ഒരു സ്വിഫ്റ്റ് എങ്ങനെ ഡീറ്റെയിൽസ്? 2012 VDI. 2012 ഡീസൽ. ഓണർഷിപ്പ് ആണത്? ഓണർഷിപ്പ് 2. കിലോമീറ്റർ ജെനുവിറ്റി ഇല്ല 90,000 കാണിക്കണം. ഓക്കെ, റീപ്ലേസ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നും. ലാസ്റ്റ് ഫൈനൽ എത്ര? 3.5. 3,50,000. ഓക്കെ. ഞാൻ ഈ റിഡ്സ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? അത് 2012-13 രജിസ്റ്റർ. 2012-13 രജിസ്ട്രേഷൻ ഡീസൽ VDI. ഓണർഷിപ്പ് ആണത്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ. കിലോമീറ്റർ 1.25 ചില്ലറ ഓടി. റീപ്ലേസ്മെന്റ് ഒന്നും. ലാസ്റ്റ് ഫൈനൽ എത്ര? 2.65. 2,60,000. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം 2.5 ലോൺ ചെയ്ത് കൊടുക്കും. ഓക്കെ. ആ സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? ആ സ്വിഫ്റ്റ് 2015 LXI ഓപ്ഷണലാ. 2015 LXI ഓപ്ഷണൽ പെട്രോൾ. അത് നല്ലൊരു ഓഫർ വൈസിന് കൊടുക്കാം. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ. കിലോമീറ്റർ 86. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 3.35 കൊടുക്കാം. 3.35. ഒരു 5 കുറച്ച് 3.30 ഫൈനൽ ആക്കി കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും. ഓക്കെ. ലോണിന്റെ പറയുന്നത്. ഓക്കെ. ഈ റിഡ്സ് ഏതാ മോഡൽ? 2013 ZXI. 2013 ZXI. ഏറ്റവും ടോപ്പ് എൻഡ്. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 73,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? 3.10 കൊടുക്കാം. 3.10 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ റിഡ്സ് എങ്ങനെ ഡീറ്റെയിൽസ്? അത് 2014 ZXI. 2014 ZXI. സെക്കൻഡ് ഓണർഷിപ്പ് 80 ഓടി. കറക്റ്റ് കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ അത് 3.80. 3,80,000. എത്ര ലോൺ കയറും? ഒരു 3.4-3.30 വരെ ലോൺ ചെയ്തു. 3.4-3.30 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ റിഡ്സ് ഏതാ മോഡൽ? അത് 2013 VXI. 2013 VXI. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 60,000 കറക്റ്റ് കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 3.30 കൊടുക്കാം. 3.30 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്ന നിസാന്റെ സണ്ണിക്കുട്ടൻ. ഡീസൽ അല്ല, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. CVT ഗിയർ ബോക്സ് വരിക. CVT ഗിയർ ബോക്സ് ആണ് വരുന്നത്. CNG ആണോ? CNG ഉണ്ട്. അപ്പൊ എന്തായാലും 22-23 മൈലേജ് എന്തായാലും കിട്ടും. ഓട്ടോമാറ്റിക് നിസാന്റെ സണ്ണിക്കുട്ടൻ 22 മൈലേജ് എന്തായാലും കിട്ടും. ഓക്കെ. ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പ്. 2015 മോഡൽ. റീ അല്ല, ഒറിജിനൽ കേരള കറക്റ്റ് സർവീസിലുണ്ട്. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ എത്ര? ലാസ്റ്റ് 3.40 കൊടുക്കാം. 3.40 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ. ഇനി ഹോണ്ട സിറ്റി 2 വരുന്നുണ്ട്. ഈ ഹോണ്ട സിറ്റി ഏതാ മോഡൽ? 2016 ഒറിജിനൽ കേരള വണ്ടി. SMT. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 1.8 ഓടി. കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ. റീപ്ലേസ്മെന്റ് ഒന്നും. ലാസ്റ്റ് ഫൈനൽ ഇത് 6.30 കൊടുക്കാം. 6.30 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്തു. ഓക്കെ. ഈ ഹോണ്ട സിറ്റിയോ? അത് 2016 പെട്രോൾ ആണ്. പെട്രോൾ ടോപ്പ് ആൻഡ് സൺറൂഫ് ഒക്കെ വരുന്നത്. VXI. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 82. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 5.70 കൊടുക്കാം. 5,70,000. മാക്സിമം ലോൺ ചെയ്തു. ഓക്കെ. 5.5 അടുത്ത് ലോൺ കിട്ടും. ഓക്കെ. ഈ ഒരു സ്വിഫ്റ്റ് അത് 2020 പെട്രോൾ. 2020 പെട്രോൾ VXI. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 60 ചില്ലറ ഓടി. കറക്റ്റ് കമ്പനി സർവീസ്. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 5.80 കൊടുക്കാം. 2020 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഏകദേശം ഫുള്ള് ലോൺ തന്നെ കയറും. ഓക്കെ. അസൻക, ഈ ഡീസൽ ഏതാ മോഡൽ വരുന്നത്? 2019 VDI. 2019 ഡീസൽ ആണ്. നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റി വണ്ടിയാണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 7.20. 7,20,000. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം 6 എന്തായാലും ലോൺ കയറും. 6 എന്തായാലും ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഐറ്റം ഏതാ മോഡൽ വരുന്നത്? 2016 സിംഗിൾ ഓണർ. 2016 സിംഗിൾ ഓണർ. സ്പോർട്സ്. കിലോമീറ്റർ 76,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ നമുക്ക് 3,75,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഏകദേശം 3.5 എന്തായാലും ലോൺ ചെയ്യാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം ഉണ്ടോ? അത് 2014 ആസ്റ്റ. ഇത് സ്പോർട്സ് ആണ്. അത് ആസ്റ്റ ആണ്. 2014 ആസ്റ്റ. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 1.2 ഓടി. കറക്റ്റ് കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ നമുക്ക് 3.5 കൊടുക്കാം. 3.5 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഏകദേശം 3.4 ലോൺ ചെയ്തു. ഓക്കെ. ഈ ഡിസൈറോ? 2013 AT ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക്. 2013 AT ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 68. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എല്ലാ ക്വാളിറ്റി ഉണ്ട്. ലാസ്റ്റ് നമുക്ക് 3.90 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്തു. ഓക്കെ. ഈ ഒരു സലേറിയോ?
2018 ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് VXI അതെ. ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 90 കറക്റ്റ് കമ്പനി സർവീസ്. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ഇത് നമുക്ക് 430 ലാസ്റ്റ് കൊടുക്കാം. 430 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ. ഈ സാലറിയോ? അത് 2014 VXI. 2014 VXI ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 1 ഓടിയിട്ട് കറക്റ്റ് സർവീസ് ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ഇത് നമുക്കൊരു 345 കൊടുക്കാം. 340 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്തു. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന ഈ സാലറി ഏതാ മോള്? 2015 ZXI. 2015 ZXI ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 76,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ഇത് 360. 3,60,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഡീറ്റെയിൽസ്. ഇത് 2017 VXI ഓട്ടോമാറ്റിക്. ഇത് ഓട്ടോമാറ്റിക്. 2017 VXI ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ കറക്റ്റ് 40 ഓട്ടം. റീപ്ലേസ് ഒന്നും റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ലാസ്റ്റ് ഫൈനൽ നമുക്ക് 435 കൊടുക്കാം. 4,30,000. 2017 സിംഗിൾ ഓണർ 40,000 കിലോമീറ്റർ ഓടി ഉണ്ട്. സർവീസിൽ ലോൺ ചെയ്ത് കൊടുക്കാം. അതെ അതെ. ഓക്കെ. ഈ വാഗണറോ? അത് ഓട്ടോമാറ്റിക്കാ? അത് മാനുവലാണ്. മാനുവൽ. ഏതാ മോഡൽ? 2016 VXI. 2016 VXI സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 74. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര? 365 കൊടുക്കാം. 365 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്തു. ഓക്കെ. ഈ ഒരു വോൾസാന്റെ പോളോ 2015 GT. ഒരു കാര്യം പറയട്ടെ, ഈ ബോളൊക്കെ ഒരു ഓഫർ പ്രൈസിന് തള്ളി വിടാൻ പറ്റും? ഓഫർ പ്രൈസിന് കൊടുക്കാം. ഇറക്കി ചെയ്യാം. ഇറക്കി ചെയ്യാം. കറക്കി ചെയ്യാം. 2014 2015 GT. 2015 GT ഡീസൽ അല്ലേ? ഡീസലാണ്. ഡീസൽ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 135 ഓടി. 135. 2015 അല്ലേ? 15. ഓക്കെ. റീപ്ലേസ് റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ഇത് നമുക്ക് ഫുൾ കവർ ഇൻഷുറൻസ് അടച്ചിട്ട് 4,000 രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപയ്ക്ക് 2015 GT ഡീസൽ വണ്ടി അടങ്ങാൻ തരാൻ പോകുന്നത് 4 ലക്ഷം രൂപയ്ക്ക്. 530 റേറ്റ് ഇട്ടത്. ഓക്കെ. ഈ വാഗണർ എങ്ങനെ ഡീറ്റെയിൽസ്? അത് 2010 ലാസ്റ്റ്. അതെ. 2010 ലാസ്റ്റ്. VXI. ഓണർഷിപ്പ്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 90. റീപ്ലേസ് ഗ്ലാസിന് ചെറിയ ക്രാക്ക് ഉണ്ട്, മാറിയില്ല. ഓക്കെ. ലാസ്റ്റ് ഫൈനലോ? 185. 1,85,000. 2010 മോഡൽ VXI. ഓക്കെ. XT ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ് എടുത്തത്. ഏതാ മോഡൽ? 2016 മോഡൽ 17 റേസ്. 2016 2017. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? 70,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 160 കൊടുക്കാം. 1,60,000 മാക്സിമം ലോൺ ചെയ്ത് മാക്സിമം ലോൺ ചെയ്തു. ഓക്കെ. ഈ ഒരു കേട്ടൺ അല്ലേ? കേട്ട 2014 LXI. 2014 LXI കേട്ടണി. ഓണർഷിപ്പ്? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 1 സംതിങ് ഓടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ഇത് നമുക്ക് 160 കൊടുക്കാം. 1,60,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ആയിരുന്നു. ഓക്കെ. ഈ കിട്ടോ? അത് 16 മോഡൽ 17 റേസ്. 17 RST. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? സോറി, ഫസ്റ്റ് ഓണർ ആണ്. ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 110 ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ഇത് നമുക്ക് 215 കൊടുക്കാം. 215 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഇയോണോ? 2016 ആണ്. 2016. അതെ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഡിലൈറ്റ് പ്ലസ് ആണ്. പവറിന്റെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 82,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 195. 2016 ഡിലൈറ്റ് പ്ലസ്. ഓക്കെ. ആ ഇയോണോ? അത് 14 ഇറാ പ്ലസ്. 2014. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ്. ഓണർഷിപ്പ്. കിലോമീറ്റർ 80 ഓടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ഇത് നമുക്കൊരു 175 കൊടുക്കാം. 170 കൊടുക്കാം. 2014 മോഡൽ. ഹസൻക, ഈ റിഡ്സ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2010 ലാസ്റ്റ് വണ്ടി. 2010 ലാസ്റ്റ് ഡീസൽ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ. കിലോമീറ്റർ 1.25 ഓടി. ലാസ്റ്റ് ഫൈനൽ എത്ര? 160 പുതിയ ഇൻഷുർ അടിച്ചു കൊടുക്കും. 2010 160 ഡീസൽ കൊടുക്കാം അല്ലേ? ഓക്കെ. ഈ ഒരു ആൾട്ടോ ഏതാ മോഡൽ? 2010 LXI. 2010 LXI. ചോദ്യം റേറ്റ് എത്ര വരുന്നത്? ഇത് നമുക്ക് 1.5 കൊടുക്കാം. 1,05,000 കൊടുക്കാം. LXI. ഓക്കെ. ഈ ഒരു ഐറ്റണോ? ഇത് 2008 28 വരെ പേപ്പർ എടുത്ത വണ്ടി മാഗ്ന. 2008 28 വരെ പേപ്പർ എടുത്ത ഈ ഒരു ഐറ്റം എത്ര റേറ്റ് വരുന്നത്? ഇത് 1.20 കൊടുക്കാം. 1.20 കൊടുക്കാം. ഓക്കെ. ഈ ഒരു ഐറ്റന്റെയോ? അത് 2013 സ്പോർട്സ്. 2013 സ്പോർട്സ് ഡീസൽ അല്ലേ? ഡീസൽ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ. കിലോമീറ്ററോ? 1.5 ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ലാസ്റ്റ് ഫൈനൽ നമുക്ക് 2.70 കൊടുക്കാം. 2,70,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 2.25 ലോൺ ആയിരുന്നു. ഓക്കെ. ഈ ഒരു അൾട്ടീസോ? 2016 മോഡൽ. 2016 മോഡൽ. 16 ജെ. ഓണർഷിപ്പ് ഡീസൽ. റീവണ്ടിയാണ്. ഓണർഷിപ്പ് 2. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ലാസ്റ്റ് 6.90 കൊടുക്കും. 6.90. എന്തായാലും കിലോമീറ്റർ ഞാൻ ഇത് ചോദിക്കാൻ നിൽക്കുന്നത്. 1.45 ആണ് കാണിക്കുന്നത്. ഓക്കെ. ഈ ആൾട്ടോ? 2010 ആൾട്ടോ. എത്ര റേറ്റ് വരുന്നത്? അത് നമുക്കൊരു 1.15 കൊടുക്കാം. 1.15 കൊടുക്കാം. അതേപോലെ തന്നെ LXI 2010 LXI 1.15. ഓക്കെ. ഈ എത്തിയോസ് ലിവേ? ഇത് 2016 റീവണ്ടിയാണ്. പെട്രോൾ 2016 റീ ആണ് വരുന്നത്. പെട്രോൾ. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ എത്ര?
ഇത് നമുക്ക് 295 295 ഫൈനൽ ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ആൾട്ടോ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ആൾട്ടോ ഇത് 2010 മോഡൽ LXi. 2010 മോഡൽ LXi. വാലിഡിറ്റി 30 വരെ ഉണ്ട്. ഇപ്പൊ അടുത്ത 2030 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് LXi. ലാസ്റ്റ് ഫൈനൽ 1.10 ലാസ്റ്റ് കൊടുക്കും. 1.10 നമ്മൾ 1.5 അതെ, കാളം 1 ചെയ്ത് കൊടുക്കാം. 1.5 ലാസ്റ്റ് ഫൈനൽ ആക്കി. ഓക്കെ, ഈ കിட்ட എങ്ങനെ ഡീറ്റെയിൽസ്? 2016 RX L ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 1 സംതിങ് ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ഇത് 2.10 കൊടുക്കാം. 2.10 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് എത്ര ലോൺ കയറും? ഫുൾ ലോൺ കയറും. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ കിட்ட ഏതാ മോഡൽ വരുന്നത്? അത് 2016 1 ലിറ്റർ ആണ്. RXT അല്ലേ വരുന്നത്? RXT ഓപ്ഷണൽ എയർ ബാഗ് വരും. അലൈവിൽ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ. കിലോമീറ്റർ 60,000. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 2.5 കൊടുക്കാം. 2.5 ലക്ഷം രൂപ കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് ഈ ജാസ് ഏതാ മോഡൽ വരുന്നത്? ജാസ് ചെറിയ അഡ്വാൻസ് ആയിട്ടുണ്ട്. അഡ്വാൻസ് ആയതാണ്. ഇനി അതേപോലെ തന്നെ ഉണ്ടായിട്ട് ഒരു സഡാൻ വണ്ടിയാണ് വെർണ. ഡീസൽ അല്ലേ വരുന്നത്? ഡീസലാണ് 1.6 2014 1.6 ആണ് വരുന്നത്. കാരണം ഇതിലൊക്കെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക സുഖം തന്നെ കേട്ടോ. കാരണം ഓണർഷിപ്പ് 3 കിലോമീറ്റർ 1.20 ഓടി. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ നമുക്ക് ഫുൾ കവർ ഇൻഷുറൻസ് പുതിയത് അടച്ചിട്ട് 3.75 കൊടുക്കാം. 3,75,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 3.5 വരെ ലോൺ ചെയ്തു. ഓക്കെ, ഈ ഒരു അൾട്ടിസോ 2013 മോഡൽ ഡീസൽ അല്ലേ? ഡീസൽ സിംഗിൾ ഓണർ. ഏത് ഓപ്ഷൻ വരുന്നത്? ജെ വേരിയന്റ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. കിലോമീറ്റർ 1.45. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 4 ലക്ഷം രൂപ. എത്ര ലോൺ കയറും? 4 രൂപ എന്തായാലും ചെയ്തു. 4 രൂപ എന്തായാലും ലോൺ കയറും. ഓക്കെ, ഇനി ബ്രസ ഒരു ഓഫർ പ്രൈസിന് കൊടുത്താലോ? ബ്രസ 2019 ZDI പ്ലസ്. 2019 ZDI പ്ലസ് ഓട്ടോമാറ്റിക്. ഓക്കെ, AMD ഗിയർ ബോക്സ് അല്ലേ? AT ഗിയർ ബോക്സ്. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 1.20 ഓടി കറക്റ്റ് കമ്പനി സർവീസ്. ഒന്നും റീപ്ലേസ്. ലാസ്റ്റ് ഫൈനൽ 8.70 കൊടുക്കാം. 8,70,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 8 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അസൻക ഈ ഡസ്റ്റർ ആണ് മോഡൽ വരുന്നത്? 2017 ഓട്ടോമാറ്റിക്. 2017 ഓട്ടോമാറ്റിക് അല്ലേ വരുന്നത്? അതെ. 1 ലിറ്റർ അല്ലേ? 110 ആണ് ഓട്ടോമാറ്റിക് ഉള്ളൂ. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ. കിലോമീറ്റർ 1.4 ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? നമുക്ക് 6.25 ലാസ്റ്റ് കൊടുക്കാം. 6.25 ഫൈനൽ ആയിട്ട് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിസാന്റെ ടെറാനോ വന്നിട്ടുണ്ട്. 2014. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 1.35 ഓടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? 3.30 കൊടുക്കാം. 3.30 മാക്സിമം ലോൺ ചെയ്ത് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ടവേര 2005 2015 മഹിമ അല്ലേ? ലുക്കിൽ വണ്ടി. ഓക്കെ, ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് കിലോമീറ്റർ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. 2005 മോഡലാണ്. എത്ര വരെ പേപ്പർ ഉണ്ട്? 2027 വരെ പേപ്പർ ഉണ്ട്. ലാസ്റ്റ് ഫൈനൽ നിങ്ങൾ എത്ര വേണം? പുതിയ ഇൻഷുറൻസ് അടിച്ച 1.5 കൊടുക്കാം. 1.5 കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് അടിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ 1.5 കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇനോവ. ഇതല്ല നമ്മൾ പറഞ്ഞ 2008 ഓഫർ പ്രൈസിന്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 3.65 കൊടുക്കാം. G4 അല്ലേ വരുന്നത്? V ആണ്. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. 3 ലക്ഷം രൂപ അല്ലേ? 3.60 2008 22 വരെ പേപ്പറുള്ള ഇനോവ. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ സ്കോർപിയോ ഏതാ മോഡൽ? 2011 യമഹോക്ക്. 2011 യമഹോക്ക്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1.24. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ഇത് നമുക്ക് 2.90 കൊടുക്കാം. 2.90 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ 2 രൂപ കയറുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു 90 രൂപ. അതെ. ഓക്കെ, ഈ ഒരു XUV 2013 W8 2013 ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 1.53 കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ഇത് ഇതേമാതിരി ഫുൾ കവർ ഇൻഷുർ അടിച്ച് നമുക്ക് 4.35 നെറ്റ് കൊടുക്കും. 4,35,000 നെറ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഈ XUV അത് 18 W4 ഓട്ടോമാറ്റിക് അല്ലല്ലോ? മാനുവൽ. ലാസ്റ്റ് ഫൈനൽ എത്ര? ലാസ്റ്റ് ഫൈനൽ 7.70 കൊടുക്കാം. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 1.10 ഓടി. 1.10. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഒന്നും റീപ്ലേസ് ഇല്ല. ഓക്കെ, ഈ XUV ഇത് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കട്ടെ. ഇത് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ XUV അത് 2013 തന്നെ. 2013 W8 അല്ലേ? W8. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 1.26 ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 5.10 വരും. 5.10. എത്ര ലോൺ കയറും? ഒരു 4.5 രൂപ ലോൺ. 4.5 ലോൺ കയറും. ഓക്കെ, ഈ ഒരു ഇനോവ അത് 2012 ഇന്റർകൂളർ G4 2012 7 സീറ്റർ ആണ് വരുന്നത്. ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 1.56. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്. ലാസ്റ്റ് ഫൈനൽ എത്ര? ലാസ്റ്റ് ഫൈനൽ 5.90 കൊടുക്കാം. 2012 G4 കേട്ടോ. 5.90 ഫൈനൽ ആയിട്ട് കൊടുക്കല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന 2 ക്രിസ്റ്റ വരുന്നുണ്ട്. ക്രിസ്റ്റ ഏതാ മോഡൽ വരുന്നത്? 2019 രജിസ്ട്രേഷൻ വണ്ടി. കേരള വണ്ടിയാണ്. V ആണ്. 9999 അല്ലേ? ഫാൻസി നമ്പർ ആണ്. 2019. അതെ. ഇത് ഓട്ടോമാറ്റിക് അല്ലേ? മാനുവൽ ആണ്. ഓക്കെ, അതല്ല ഓട്ടോമാറ്റിക് വരുന്നത്. ഓക്കെ,
ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 239 ഓടി കറക്റ്റ് കമ്പനി. ഒറിജിനൽ കേരള അല്ലേ? ഒറിജിനൽ കേരള സിംഗിൾ ഓണർ. റീപ്ലേസ് എന്താണോ? ഒരു ഡോർ റീപ്ലേസിന്റെ ഹിസ്റ്ററി ഉണ്ട്. ലാസ്റ്റ് വരുന്നത് 16,000 കൊടുക്കാം. 16,000 ലോണും ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അതേപോലെ തന്നെ 2017 സെഡ് ഓട്ടോമാറ്റിക് അല്ലേ? സെഡ് ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. 187 ഓടി കറക്റ്റ് ജെനുവൻ സർവീസിലെ വണ്ടി. ഓക്കെ. ഇത് റിയൽ വരുന്നത്? ഒറിജിനൽ കേരള. ഇത് ഒറിജിനൽ കേരള വണ്ടി. റീപ്ലേസ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നും. ലാസ്റ്റ് വരുന്നത് എത്ര? ഇത് 20 ലക്ഷം രൂപ. 20 ലക്ഷം രൂപ. എത്ര ലോൺ കയറും? 18 രൂപ ലോൺ. 15 രൂപ ലോൺ കയറും. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് സ്കോർപിയോ. അത് 2008 എംഹോക്ക്. 2008 എംഹോക്ക് 28 വരെ പേപ്പർ. ലാസ്റ്റ് വരുന്നത് എത്ര? 210 കൊടുക്കാം. 210 കൊടുക്കാം. ഓക്കെ. ഓൾമോസ്റ്റ് എല്ലാ വണ്ടി നമ്മൾ കാണിച്ചില്ല. എല്ലാ വണ്ടിയും കാണിച്ചു. ഓക്കെ. നമ്മളെ കറക്റ്റ് സ്പോട്ട് നമ്മളെ കറക്റ്റ് സ്പോട്ട് കാക്കഞ്ചേരിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തൊട്ടടുത്ത്. രാമനാട്ടൻ തൃശ്ശൂർ റോഡ്. രാമനാട്ടൻ തൃശ്ശൂർ റോഡ്. അതെ, കൊണ്ടോട്ടിന്ന് യൂണിവേഴ്സിറ്റി റോഡ്. പള്ളിക്കൽ ബസാർ. പള്ളിക്കൽ ബസാർ എല്ലാമേ യൂസർ കാറിലുള്ളത്, അസൻ ഖാൻ അടുത്തുള്ളത്. അതിന് നമ്പർ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോളി, മിസ്സാക്കാൻ നിൽക്കണ്ട.